ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ലിസ്റ്റ് സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എവിടെയൊക്കെ സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നിയമപ്രകാരം അറിയുന്നതിനുള്ള വഴിയാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. മറ്റൊരു വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്ന വഴിയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമർ വരുന്നു, അയാളുടെ അച്ഛൻ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടു പോയി, അയാൾക്ക് മറ്റെവിടെയൊക്കെയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ മക്കളായിട്ടുള്ള ആളുകൾക്ക് അത് അറിയത്തില്ല എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ ഉള്ളത് എന്നുള്ളത്. സോ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ലീഗലായിട്ടുള്ള മാർഗമാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളത്. ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് ബൈ ഹാൻഡ് അല്ലെങ്കിൽ ബൈ പോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. നോർമലി ബൈ ഹാൻഡ് തന്നെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതായത് എൻകവറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഭാഗത്തോട്ട് വന്നിട്ട് ഇവിടെ അപ്ലിക്കേഷൻ ഫോർ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതായിരിക്കും ഇതിന്റെ ഫോം എന്നുള്ളത്. ഇവിടെ നമ്മൾ ജില്ല സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് അത് അവിടെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് അപേക്ഷകന്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. ആർക്ക് വേണമെങ്കിൽ അപേക്ഷകനാവാവുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ്, വീട്, പേര്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ പിൻകോഡ്, മൊബൈൽ നമ്പർ എന്ന ക്രമത്തിൽ രേഖപ്പെടുത്തി കൊടുത്ത ശേഷം കളക്ട് ദ LC എന്നുള്ള സർട്ടിഫിക്കറ്റ് ഭാഗത്ത് ഇവിടെ ഹാൻഡ് ഉണ്ട്, ബൈ പോസ്റ്റ് ഉണ്ട്, ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ആരുടെ ട്രാൻസാക്ഷൻ ആണ് അറിയേണ്ടതെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരുടെ പേരിലുള്ളതാണ് അറിയേണ്ടതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അവരുടെ അച്ഛന്റെ ആയിരിക്കാം, സോ അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല മറ്റൊരാളുടെ ആണെങ്കിൽ അയാളുടെ പേരിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇനീഷ്യൽസ് ആർ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം സെർച്ച് പീരീഡ് ആണ്, ഏത് കാലം തൊട്ട് ഏത് കാലത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നടന്നതാണ് നമുക്ക് അറിയേണ്ടതെന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10-30 വർഷത്തെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 1/1/1990 മുതൽ ഒരു 2020 വരെ ആണെങ്കിൽ 1/1/2020 ഏത് കാലയളവ് മുതൽ ഏത് കാലയളവ് വരെയാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മോഡ് ഓഫ് പേയ്മെന്റ് ഇ പേയ്മെന്റ് സെലക്ട് ചെയ്ത് കാൽക്കുലേറ്റ് ഫീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ടോട്ടൽ ചാർജ് ഇവിടെ വന്നിട്ടുണ്ടാവും. ആ ചാർജ് നമ്മൾ അടക്കാനുള്ളതാണ്. എഗ്രി ബോക്സ് ടിക്ക് കൊടുത്ത് ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് പ്രൊസീഡ് ടു പേ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് പൂരിപ്പിച്ച് കൊടുക്കാനോ മറ്റോ ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത്. അതിനുശേഷം ഇവിടെ അപേക്ഷ നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷ നമ്പർ നമ്മൾ കസ്റ്റമർക്ക് നോട്ട് ചെയ്ത് വെക്കുക. മേക്ക് പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഭാഗത്ത് വന്നിട്ട് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്തോട്ട് വരിക. ഇവിടെ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. അപേക്ഷ നമ്പർ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പ്രിന്റ് എടുക്കുക. അതിനുശേഷം ഈ ഒരു പ്രിന്റ് എടുത്തിട്ട് കസ്റ്റമറോട് ഈ പറയുന്ന രജിസ്ട്രാർ ഓഫീസിലോട്ട് നേരിട്ട് ഹാജരാവാനായിട്ട് പറയുക. ഇങ്ങനെയാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.